പല മൂവ്മെന്റുകളുടെയും ഭാഗമായി നിന്ന ആളുകൾ ഒക്കെ തിരിഞ്ഞ് ഞങ്ങളിലേക്ക് വന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണെന്നുള്ളത് കൂടെ പരിശോധിക്കണം. മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും പല നേതാക്കളെയും തിരികെ BJP-യിലേക്ക് കൊണ്ടുവരുന്നത് ഈ പറയുന്ന CBI-യെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളെ ഒക്കെ ഉപയോഗിച്ച് അവരുടെയൊക്കെ ജീവിതം നശിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് തള്ളിവിടാൻ പാകത്തിൽ എത്തിച്ച് ഭീഷണിപ്പെടുത്തി പറയട്ടെ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ചർച്ചയുടെ ഉടനീളം ഓരോ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴും ഇതിനെ കൊണ്ടുപോയി കെട്ടുന്നത് ഡിപ്പാർട്ട്മെന്റ് പാകിസ്ഥാൻ, ശ്രീലങ്ക, ഡിപ്പാർട്ട്മെന്റ് പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇതിനപ്പുറത്തേക്ക് ഈ ലോകത്ത് രാജ്യങ്ങളുണ്ടെന്നും അവിടെയൊക്കെ ഇതിനേക്കാൾ മികച്ച സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ടെന്നും മനസ്സിലാക്കാതെ എല്ലാത്തിനകത്തും രാജ്യദ്രോഹം അല്ലെങ്കിൽ ദേശീയത കൊണ്ടുവന്ന് ബാക്കിയുള്ളവരെല്ലാം ദേശവിരുദ്ധര്, BJP-ക്കാരും RSS-കാരും മാത്രം രാജ്യസ്നേഹികൾ, ഈ നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യത്തിന് മറുപടി പറയട്ടെ. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുവോ? മറുപടി ഉണ്ടോ? കോൺഗ്രസ് CJP ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? ഔദ്യോഗികമായി അംഗീകരിക്കേണ്ട അവരുടെ ചോദ്യങ്ങളെ യുവജന സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ആളല്ലേ SKN. കോൺഗ്രസ് CJP അംഗീകരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വേണമെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം എടുത്ത് രാജിവെക്കാൻ അതൊരു പൊളിറ്റിക്കൽ. ഞാൻ SKN ആ ചോദ്യം ഉത്തരനോട് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ സമയത്ത് കട്ട് ചെയ്താ. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ചോദ്യ പേപ്പർ ചോർത്തപ്പെട്ടു, അതിന്റെ നിലവിലുള്ള സംവിധാനത്തെ അന്വേഷണവും അതിന്റെ നടപടികളും മുന്നോട്ട് അന്വേഷണം യുവമോർച്ചക്കാരെ പിടിച്ചു. ആരാണ് സർ? നിങ്ങൾ മാധ്യമങ്ങളിലെ ചർച്ച കേൾക്കാത്ത എന്റെ ഉത്തരവാദിത്തമല്ല. ഇത് അന്വേഷണവും അതിന് നടപടികൾ എത്രയുണ്ടായി? ഒന്നൊരു കാര്യം, അസംതൃപ്തരായ ഭരണ അധികാരത്തിന് വേണ്ടി നഷ്ടപ്പെട്ട ലക്ഷം കുട്ടികളുടെ അന്വേഷണം ഈ സർക്കാർ സാധ്യമല്ല. ഇവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാം, അത് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാം. ആ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് പറയേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങളാണ്. ശ്രീകണ്ഠൻ പറഞ്ഞ മാതിരി ചോദ്യങ്ങൾ കുട്ടികളെ പുറത്താക്കിയാലും അവശേഷിക്കും. ചോദ്യം അവശേഷിക്കുന്ന സമൂഹത്തിലാണ്. ചോദ്യത്തിന് ഉത്തരം നൽകേണ്ട സമൂഹമാണ്. ആ സമൂഹത്തിന്റെ ഉത്തരത്തിന്റെ വിജയമാണ് ഞങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത്. ഇവർ പരാജയപ്പെടുന്നവരാണ്. ഇവർ ഇത്തരം മൂവ്മെന്റ് കേരളത്തിൽ ഉണ്ടാക്കാൻ കേരളത്തിൽ ഇവർ ഇതുവരെ വിജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇവർ അത്ര അപ്രസക്തരാണ്. സഹോദരി, 3 MLA-മാർ, ഒരു കോർപ്പറേഷൻ, ഒരു MP. അല്ല, പണ്ടില്ല ഇതൊന്നും. പിടിച്ചു കയറുക. നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒഴുകുന്ന പണത്തിന്റെ തോത് എത്ര വലുതാണെന്ന് നമുക്കറിയാം. ഇന്ന് BJP-യുടെ രാജ്യസഭയിലും പാർലമെന്റിലും ഉള്ള ആ MP-മാർ അവരെല്ലാം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിരുന്നു. എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അവരുടെ ആ വാഷിംഗ് മെഷീനിൽ എന്ത് സോപ്പാണ് ഇടുന്നത് എന്നുള്ളത് രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ്. ഇലക്ട്രൽ ബോണ്ട് അവിടെയാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പണാധിപത്യം അട്ടിമറിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, അവർ രോഷാകുലരാകും. യാതൊരു സംശയമില്ല. അവർക്ക് തൊഴിലില്ല, അവർക്ക് മുന്നോട്ട് നടക്കാൻ ഒന്നും കഴിയുന്നില്ല. ഇവിടെ പറഞ്ഞല്ലോ അവർക്ക് നീറ്റ് എഴുതി രക്ഷപ്പെടാൻ കഴിയുന്നില്ല. കാരണം ആ കേസിൽ ഇതുവരെ പിടിക്കപ്പെട്ട ആളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നു എന്ന് നോക്കുമ്പോൾ ഭരണ സംവിധാനത്തിന്റെ, അല്ലെങ്കിൽ വേണമെങ്കിൽ ആരോപിക്കാം വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ നടപടികൾ ഉണ്ടായതെന്ന് വേണമെങ്കിൽ ആക്ഷേപിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.